പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കോളേജിൽ നിന്ന് തുടങ്ങി ജനറൽ ആശുപത്രി വഴി മന്ത്രിയുടെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്കാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധ മാർച്ച്. ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായും സേതുലക്ഷ്മി, പ്രതിഷേധം ഇപ്പോൾ അവരുടെ കോളേജിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയാണ് പത്തനംതിട്ട ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ പാരന്റ് ഹോസ്പിറ്റലായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇവർക്ക് പ്രാക്ടിക്കൽ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവരുടെ കോളേജിൽ സൗകര്യങ്ങളില്ല. അവർക്ക് വേണ്ട നല്ലൊരു ക്ലാസ് മുറിയില്ല, ഒരു ബാത്റൂം സൗകര്യങ്ങളില്ല, അവർക്ക് വേണ്ട ലാബ് സൗകര്യങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ സമരപരിപാടികളുമായി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതുമാത്രമല്ലാതെ ഇവർക്ക് INC-യുടെ അംഗീകാരം നിലവിൽ ലഭ്യമായിട്ടില്ല. കേരളത്തിൽ 24 സ്വാശ്രയ സർക്കാർ കോളേജുകൾക്കാണ് നിലവിൽ INC അംഗീകാരം ലഭിക്കാത്തത്. ഇതിൽ 6 ഗവൺമെൻറ് കോളേജുകളാണ്. അതിലൊന്ന് തന്നെയാണ് പത്തനംതിട്ട ഗവൺമെൻറ് കോളേജ്. ഇടുക്കി, കാസർഗോഡ്, പാലക്കാട് എന്നീ ജില്ലകളിലാണ് മറ്റു കോളേജുകളുള്ളത്. ആയതിനാൽ തന്നെ ഇവർ പറയുന്ന പ്രധാന കാരണമെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ കോളേജിനൊഴികെ മറ്റുള്ളവർക്കെല്ലാം തന്നെ INC-യുടെ അംഗീകാരം ഇപ്പോൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇവർക്കൊന്നും ഇപ്പോൾ ലാബ് സൗകര്യങ്ങൾ ലഭ്യമാകാത്തതുകൊണ്ടും ക്ലാസ് മുറി സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഇപ്പോൾ ഇല്ലാത്തതാണ് INC അംഗീകാരം ലഭിക്കാൻ സാധ്യമല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് ഇവിടെ കുട്ടികളിൽ നിന്ന് തന്നെ പ്രതികരണം തേടാം. ഇപ്പോൾ നിങ്ങളുടെ പ്രതിഷേധം ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലെത്തി. ഇനിയിപ്പം എങ്ങോട്ടാണ് നിങ്ങൾ ഇനി പോകുന്നത്? ഞങ്ങൾ മന്ത്രിയുടെ ഓഫീസിലേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് സൗകര്യമില്ല, നിങ്ങൾക്ക് ഒരു 56 കുട്ടികൾ കൂടി ഒരു ടോയ്ലറ്റാണ് ഉള്ളതെന്ന് പറയുന്നു. ബാക്കി എന്തൊക്കെ ഫെസിലിറ്റീസാണ് നിങ്ങൾക്ക് ഇല്ലാത്തത്? ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഫെസിലിറ്റീസും ഇല്ല. ക്ലാസ് റൂമില്ല, ബസ്സില്ല, ലാബില്ല, അതുപോലെ ടീച്ചേഴ്സില്ല, മതിയായ അധ്യാപകരില്ല. 10 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിരക്കിലാണ് വേണ്ടത് INC-യുടെ മാനദണ്ഡം അനുസരിച്ച്. എന്നാൽ ഇവിടെ ഞങ്ങൾ 60 പേർ കൂടി 2 ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരും ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പം ഇന്ന് നിങ്ങളുടെ പാരൻസുമായിട്ട് DME-യുടെ ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും തീരുമാനമൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാൾ കൂടിയിട്ട് ഞങ്ങളെ വിളിച്ചതാണ്. ഞങ്ങൾ അതിലും പ്രതീക്ഷ അർപ്പിക്കുന്നു. എല്ലാ വഴികളും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിലവിലെ ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് നിങ്ങളുടെ നഴ്സിംഗ് കോളേജ് ഉള്ളത്. മന്ത്രി ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായിട്ടോ പാരൻസുമായിട്ടോ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു? അതാണ് സേതുലക്ഷ്മി. നിലവിൽ ഇവർക്ക് മറ്റൊരു അപ്ഡേറ്റും നിലവിൽ ലഭിച്ചിട്ടില്ല. ഇന്ന് PTA അംഗങ്ങളും പ്രിൻസിപ്പളുമായി തിരുവനന്തപുരത്തെ DME-യുടെ ഓഫീസിൽ വെച്ച് മറ്റൊരു ചർച്ച ഇന്ന് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നായിരിക്കും അടുത്തൊരു തലത്തിലേക്കുള്ള ഇതിൻ്റെ തീരുമാനം അറിയാൻ കഴിയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും വിദ്യാർത്ഥികൾ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് മാറില്ലെന്നാണ് നമുക്കിപ്പോൾ നൽകുന്ന പ്രധാന വിവരം. കാരണം ഇവിടെ നിന്ന് ഇവരുടെ പാരന്റ് ഹോസ്പിറ്റലായ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇനി മന്ത്രിയുടെ ആറന്മുള മണ്ഡലത്തിലെ മന്ത്രിയുടെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്കാണ് ഇപ്പോൾ ഇവർ പ്രതിഷേധ മാർച്ചുമായി മുന്നോട്ട് പോകാൻ പോകുന്നത്. സേതുലക്ഷ്മി, എനിക്ക് തോന്നുന്നു ഇതിന് മുൻപും ഇത്തരത്തിൽ ഈ പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിനെതിരെ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു തോന്നുന്നു. അന്ന് ഇത്തരത്തിൽ ഈ ലാബില്ല, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെയൊക്കെ പരാതി പറയുന്ന കുട്ടികളുടെ ഇന്റേണൽ മാർക്ക് വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് PTA അടക്കം ആരോപണം ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അവിടെ? ഉണ്ടായിരുന്നു സേതുലക്ഷ്മി. നേരത്തെയും പത്തനംതിട്ട നഴ്സിംഗ് കോളേജിന് സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞുള്ള പ്രതിഷേധങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരമൊരു രീതിയിലേക്ക് കുട്ടികൾ കടക്കുന്നത് ആദ്യമായിട്ടാണ്. അവർക്ക് ആകെയുള്ളത് ഒരു ക്ലാസ് മുറിയാണ്. 60 കുട്ടികൾക്കായുള്ളത് ആകെ ഒരു ക്ലാസ് മുറിയായിരുന്നു. ഇവർക്കിപ്പോഴും കോളേജ് ആരംഭിച്ച് 2023 നവംബറിലാണ് ഇവരുടെ കോളേജ് അല്ലെങ്കിൽ പഠനം ആരംഭിക്കുന്നത്. ആ സമയത്തൊന്നും തന്നെ ഇവർക്ക് അറിയില്ലായിരുന്നു, കോളേജ് സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ള അറിവില്ലായിരുന്നു. കോളേജ് തുടങ്ങി 6 മാസത്തിനകം എല്ലാ സൗകര്യങ്ങളും തയ്യാറാകും എന്നായിരുന്നു ഇവർക്കും മാതാപിതാക്കൾക്കും നൽകിയിരുന്ന വാഗ്ദാനം. പക്ഷേ ഇവയൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. കോളേജിൽ പ്രധാനമായും വേണ്ട ഒരു കോളേജ് ബസ് എന്നുള്ള സൗകര്യവും കുട്ടികൾക്ക് ലഭ്യമായിട്ടില്ല. ഇവർക്ക് പ്രാക്ടിക്കൽ സൗകര്യത്തിനായി പോകേണ്ടത് ജനറൽ ഹോസ്പിറ്റലിലേക്കാണ്. ജനറൽ ഹോസ്പിറ്റൽ വരെ ഏകദേശം ഇവരുടെ കോളേജിൽ നിന്ന് 2 മുതൽ 3 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ നടന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യാത്രാ സൗകര്യം വെച്ചോ വേണം ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്താൻ. ഇതുകൂടാതെ ഇവർക്ക് മറ്റ് പ്രാക്ടിക്കൽ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിലാണ്. അവിടേക്ക് ഏകദേശം 15 മുതൽ 20 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. പത്തനംതിട്ട റിംഗ് ജംഗ്ഷന് സമീപമുള്ള ഈ നഴ്സിംഗ് കോളേജിൽ നിന്നും ഇവർ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ എത്തുകയും അവിടെ നിന്ന് സ്വന്തം കയ്യിൽ നിന്നുള്ള പൈസ ഉപയോഗിച്ച് വേണം ഇവർ കോന്നി മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരാൻ. കോന്നി മെഡിക്കൽ കോളേജ് പ്രധാനമായും ഒരു റിമോട്ട് ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞ് ബസ് പിന്നെ ലഭ്യമായില്ലെങ്കിൽ തിരിച്ചു വരിക വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം കൂടിയാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇവർക്ക് ഇന്റേണൽ മാർക്കോ മറ്റ് സൗകര്യങ്ങളോ കട്ട് ചെയ്യുന്ന ഒരു
പ്രതികാര നടപടിയിലേക്ക് പ്രിൻസിപ്പളോ മറ്റ് പ്രൊഫസർമാരോ കടന്നിട്ടില്ല. ആദ്യഘട്ടങ്ങളിൽ ഒരു പ്രിൻസിപ്പളും 2 അൺഒഫീഷ്യൽ സ്റ്റാഫുകളുമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ടെമ്പററി സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇവർക്ക് ആദ്യത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ PTA-യും മാതാപിതാക്കളും അടക്കമുള്ള അങ്ങനെ പറഞ്ഞ് സ്വന്തം ആവശ്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ പറഞ്ഞ് മടുത്ത് ഗതികെട്ട് ഇപ്പോൾ കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി കടന്നിരിക്കുകയാണ് പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ.